നിങ്ങൾക്കറിയാവോ, ഇന്ത്യയിൽ എല്ലാ വർഷവും മാർച്ച് 4 ദേശീയ സുരക്ഷാ ദിനമായിട്ട് അല്ലെങ്കിൽ നാഷണൽ സേഫ്റ്റി ഡേ ആയിട്ട് ആചരിക്കുകയാണ്. അതായത് നമ്മുടെ തൊഴിലിടങ്ങളിലും റോഡുകളിലും ദൈനംദിന ജീവിതത്തിലും അപകടങ്ങൾ ഒഴിവാക്കുന്നതിനും സുരക്ഷാ ബോധവൽക്കരണം നടത്തുന്നതിനുമാണ് ഈ ഒരു ദിവസം പ്രാധാന്യം നൽകുന്നത്. അതുപോലെ തന്നെ ഈ 2026 ഈ സേഫ്റ്റി ഡേൻ്റെ തീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഗേജ്, എഡ്യൂക്കേറ്റ് ആൻഡ് എംപവർ പീപ്പിൾ ടു എൻഹാൻസ് സേഫ്റ്റി എന്നുള്ളതാണ്. അതായത് ഈ എൻഗേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടപെടുക അല്ലെങ്കിൽ പങ്കുചേരുക എന്നൊക്കെ ഉള്ളതാണ്. അതായത് ഈ സേഫ്റ്റി കാര്യങ്ങളിൽ നമ്മുടെ ജീവനക്കാരെയും പൊതുജനങ്ങളെയും സജീവമായി പങ്കാളികളാക്കുക. പിന്നെ അതുപോലെ തന്നെ അപകട സാധ്യതകൾ റിപ്പോർട്ട് ചെയ്യാനും ചർച്ചകളിൽ ഒരു ഭാഗമാക്കാനും അവരെ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ്. അടുത്തത് എഡ്യൂക്കേറ്റ്. അതിപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, പഠിപ്പിക്കുക അല്ലെങ്കിൽ അറിവ് നൽകുക എന്നുള്ളതൊക്കെയാണ് ഇതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് നമുക്ക് ഈ കൃത്യമായിട്ടുള്ള പരിശീലനങ്ങളിലൂടെയും അതുപോലെ തന്നെ ക്ലാസ്സുകളിലൂടെയും ഈ സുരക്ഷാ നിയമങ്ങളെക്കുറിച്ചിട്ട് എല്ലാവരിലേക്കും ഒരു അവബോധം ഉണ്ടാക്കുക. അപ്പോൾ എന്ത് പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അശ്രദ്ധ മൂലമുള്ള അപകടങ്ങൾ ഭാവിയിൽ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു എന്നുള്ളതാണ്. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംപവർ, അതായത് ശാക്തീകരിക്കുക അല്ലെങ്കിൽ അധികാരം നൽകുക എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് നമ്മൾ ഈ സുരക്ഷിതമല്ലാത്ത ഒരു സാഹചര്യം കണ്ടു കഴിഞ്ഞാൽ അത് ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ ആ ഒരു ജോലി നിർത്തിവെക്കാനോ ഉള്ള അധികാരം ഓരോ വ്യക്തിക്കും നൽകുക. അതുപോലെ തന്നെ നമ്മുടെ സുരക്ഷാ ഉപകരണങ്ങൾ, അതായത് PPE, അതായത് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്സ് ഉപയോഗിക്കാൻ എല്ലാവരെയും പ്രാപ്തരാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ സുരക്ഷ എന്നത് വെറും നിയമങ്ങൾ പാലിക്കൽ മാത്രമല്ല, അത് ഓരോ വ്യക്തിയും ഉത്തരവാദിത്വത്തോടെ ഏറ്റെടുക്കേണ്ട ഒരു സംസ്കാരമാണ് എന്നുള്ളതാണ് 2026 ഈ ഒരു സന്ദേശം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് കൂടുതൽ സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മറക്കാതെ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യുക.